ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഒരു 4 മണി പലഹാരമൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് നമ്മൾ ഉണ്ടാക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ടാണ്. വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. അത് നമുക്ക് നല്ലൊരു ചൂട് ചായയോടൊപ്പം അല്ലെങ്കിൽ കട്ടൻ ചായയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്നാക്കാണ്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും പഴം നമ്മൾ ഇങ്ങനത്തെ സ്നാക്കൊക്കെ എടുക്കുമ്പോൾ പഴുത്ത പഴം തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. ഇച്ചിരി കറുത്ത് പോയിട്ടുള്ള അകത്തൊക്കെ നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം എടുക്കാം. അപ്പം ഞാൻ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ പഴം ഒന്ന് പുഴുങ്ങിയെടുത്ത് വന്നിട്ടുണ്ട്. പുഴുങ്ങിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ വെള്ളത്തിലിട്ട് പുഴുങ്ങൊന്നും ചെയ്യരുത്. നമ്മൾ ആവി കയറ്റി പുഴുങ്ങുക. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മൈക്രോവേവ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്താണെങ്കിൽ നമുക്ക് ഒരു 1 മിനിറ്റോളൊക്കെ വെച്ച് പുഴുങ്ങിയെടുക്കാൻ പറ്റും. ഞാൻ ഇന്നിപ്പോൾ മൈക്രോവേവിലാണ് അത് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ആവി കയറ്റി നമ്മൾ പുഴുങ്ങുന്നതിനേക്കാൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൈക്രോവേവിൽ വെക്കുന്നവർ കറക്റ്റ് 1 മിനിറ്റിനും 1.5 മിനിറ്റിനും ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവി കയറ്റിയിട്ട് ഇത് പുഴുങ്ങിയാൽ മതി. ഇപ്പോൾ വെള്ളത്തിലൊക്കെ ഇട്ട് പുഴുങ്ങി കഴിഞ്ഞാൽ ഇത് ഒത്തിരി അങ്ങ് വെള്ളം കുടിക്കും. അന്നേരം നമുക്ക് ഇങ്ങനെ ഉരുളയാക്കാനായിട്ട്, നമ്മളിത് ഉരുള ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഉരുളാക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാ ഞാൻ ഈ പഴം പുഴുങ്ങിയത് ഒരു ബൗളിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ നമുക്ക് നന്നായിട്ട് തന്നെ ആ ചൂടോട് കൂടെ തന്നെ നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ചില ആൾക്കാർ ചിലപ്പോൾ ചിന്തിക്കും ചൂടൊക്കെ ആറി കഴിഞ്ഞിട്ട് നമുക്ക് കൈ കൊണ്ട് ഉടയ്ക്കാമെന്ന്. ചൂടോട് കൂടെ ഉടയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 1/4 കപ്പോളം ഉള്ള ചെരുവിയ തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ കൂടുതൽ ചേർക്കണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, നല്ല സ്വാദായിരിക്കും. ഇനി അടുത്തത് ഞാൻ ചേർക്കാൻ പോകുന്നത് കശുവണ്ടിയാണ്. കശുവണ്ടി ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണക്കമുന്തിരിക്ക ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ കശുവണ്ടി ഒരു പിടിയിൽ ഒരു 1/4 പിടിയോളമുള്ള കശുവണ്ടി വളരെ ചെറുതായിട്ട് നുറുക്കിയിട്ടുള്ളതാണ് ചേർക്കുന്നത്. അങ്ങനെ നമുക്കിതൊന്ന് വിടർത്തി അല്ലെങ്കിൽ ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം. കാരണം ഇതെല്ലായിടത്തും ഒന്ന് ചെല്ലാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. ഇപ്പം നിങ്ങൾ എടുക്കുന്ന പഴത്തിന് മധുരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാരയുടെ ആവശ്യമേ ഇല്ല. പക്ഷെ ഞാൻ ഇവിടെ എടുത്ത പഴത്തിന് ഇച്ചിരി മധുരം കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്തത്. ഇനി ഇതിനകത്ത് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളമുള്ള നെയ്യ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് നമുക്കറിയാലോ, നെയ്യ് എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. ഇനിയിപ്പോൾ ഞാനിത് പണി ഇച്ചിരി സിമ്പിളാക്കാനായിട്ടാണ് എല്ലാം കൂടെ മിക്സ് ചെയ്തത്. ഇനി നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പാനിനകത്ത് നമുക്കിതെല്ലാം ഒന്ന് ചെറുതായിട്ട് നെയ്യിൽ വഴറ്റിയിട്ട് നമുക്ക് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ വലിയ വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് കൈകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, ചെറിയൊരു ചൂടും ഉണ്ട് കേട്ടോ. അപ്പം ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ അത്യാവശ്യമൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ റോളുകളാക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഉരുളകളാക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇനിയിപ്പോൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഇനി ഇച്ചിരി നീളത്തിലാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഞാൻ ഇന്നതാ ഇങ്ങനെ ഒരു റോളാണ് ഉണ്ടാക്കുന്നത്. അത് ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഉണ്ണിയപ്പം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുക. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നോക്കിക്ക്, ഇതിനകത്തൊക്കെ ഇഷ്ടം പോലെ നമുക്ക് കശുവണ്ടിയൊക്കെ കഴിക്കാൻ കിട്ടും. നല്ല സ്വാദാണ്. നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനും ഇത് സൂപ്പറാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യണം എന്നില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾ ശരിക്കും ഒരു പഴമുണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അരിയുണ്ട പോലെയൊക്കെ അവർ കഴിച്ചോളും. അപ്പോൾ ഇനി ഞാൻ ഇതിനൊരു കോട്ടിങ് കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളമുള്ള ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മൈദപ്പൊടി ചേർക്കാം, കോൺഫ്ലവർ ചേർക്കാം. നമുക്ക് ആ ചെറിയൊരു കോട്ടിങ് കിട്ടണം എന്ന് മാത്രം. അപ്പോൾ ഈ 2 ടേബിൾ സ്പൂണോളമുള്ള ഈ ഗോതമ്പ് പൊടിക്കകത്തോട്ട് നമ്മളൊരു ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അത്യാവശ്യം ഒരു കൺസിസ്റ്റൻസിയിൽ ഒരു ഒത്തിരി തിക്കും അല്ല ഒത്തിരി ലൂസും അല്ല, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ ആക്കിയെടുത്തിട്ട് വരാം. അപ്പം ഞാൻ കാണിക്കാം എങ്ങനെയാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു കൺസിസ്റ്റൻസി വേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒത്തിരി തിക്കും അല്ല, ഉണ്ടോ, ഒത്തിരി ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നുമില്ല. അത്യാവശ്യം ഒരു കോട്ടിങ് വരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു കോട്ടിങ്ങിനുള്ള സംഭവം റെഡിയാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ വേണം. ഞാൻ ഇനി കുറച്ച് ചെരുവിയ തേങ്ങ എടുക്കുന്നുണ്ട്. ഒന്ന് റോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ പുറത്തൊക്കെ നമുക്ക് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ തേങ്ങ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതുപോലെ
റോളുകളാക്കിയത് ആദ്യം നമ്മുടെ ഒരു മാവിനകത്ത് മുക്കി പിന്നീട് ഈ തേങ്ങയിലൊക്കെ ഒന്ന് പുരട്ടി എടുത്തിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയത്തിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഫ്ലെയിം. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഈ ഒരു കോട്ടിങ് ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് മുക്കേണ്ട കാര്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ആയാൽ മതി. എന്നിട്ട് നമ്മൾ തേങ്ങയിൽ നമുക്കിതൊന്ന് ഒന്ന് ചെരുകിയെടുക്കാം, ഒന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എസെൻസ് അല്ലെങ്കിൽ ഏലക്കപ്പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആ പഴത്തിനകത്ത് ചേർക്കാമായിരുന്നു കേട്ടോ. ഞാൻ ചേർത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇവിടെ ഏലക്ക തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. ഞാനത് പറയാനും വിട്ടുപോയി. നിങ്ങൾക്ക് ഏലക്ക 1-2 അതിൻ്റെ കുരു എടുത്തൊന്ന് ചതച്ച് ചേർക്കാം. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഫ്ലേവറിൻ്റെ എസെൻസ് ഇഷ്ടമൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വാനില എസെൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയും ആ എസെൻസ് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇത് ഒത്തിരി നേരം ഒന്നും വറക്കേണ്ട കാര്യമില്ല, ഇത് ഓൾറെഡി എല്ലാം വെന്തിട്ടുള്ളതാണ്. അപ്പം ഞാനിതിൻ്റെ ആ പുറമെയുള്ള കോട്ടിങ്ങിൻ്റെ ഒക്കെ ഒന്ന് നിറക്കൊന്ന് മാറി ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുത്തിട്ട് കോരിയെടുക്കാം. ഇത് ഏകദേശം ഒരു 1 മിനിറ്റാണ് വേണ്ടി വന്നത്. 1-1.5 മിനിറ്റോളം നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വറുത്ത് കോരാം. അപ്പോൾ ഇതിൻ്റെ നിരക്ക് ഇങ്ങനെ മാറി വന്നിട്ടുണ്ട്. കണ്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ ഒരു നിരക്ക് കാണാനായിട്ട്. അപ്പോൾ അതായത് കുറച്ച് അടുത്ത് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനൊരു പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഞാനൊന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ വറുത്തെടുത്ത് വന്നിട്ടുണ്ട്. ഒരു ബൗളിനകത്തോട്ടും ആക്കിയിട്ടുണ്ട്. കണ്ടോ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നഖമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലെ ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതിനകത്ത് കണ്ടോ കശുവണ്ടിയുണ്ട്, പിന്നെ അതുപോലെ ഇച്ചിരി തേങ്ങയൊക്കെ നമ്മൾ ചേർത്തത് കൊണ്ട് അതിൻ്റെ ഒരു ഫ്ലേവറും എല്ലാം കൂടെ നല്ല സ്വാദാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഉടനെ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. Until then, bye-bye.